1752 ജനുവരി 14 കാറ്റാടി മലയിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ദേവസഹായത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കോട്ടാറിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ കത്തീഡ്രലിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. 2004 കോട്ടാർ രൂപതയുടെ അഭ്യർത്ഥന പ്രകാരം തമിഴ്നാട് ബിഷപ്പ് കൗൺസിലും ഇന്ത്യൻ ബിഷപ്പ് കൗൺസിലും ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുവാനുള്ള പ്രക്രിയയ്ക്ക് ശുപാർശ ചെയ്തു. എന്നാൽ തിരുവിതാംകൂറിൽ ആ കാലയളവിലെ മതപരമായ പീഡനത്തിന് തെളിവുകളില്ലെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് പിള്ളയെ വധിച്ചതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില ഹിന്ദു സംഘടനകൾ ഈ സംരംഭത്തെ എതിർത്തു. എന്നാൽ പിള്ളയുടെ ജീവിതകാലം മുതലുള്ള രേഖകൾ കാണിക്കുന്നത് കോടതി ഉദ്യോഗസ്ഥരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് അനുവദിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. 2012 പിള്ളയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പഠിക്കുവാനായി ബെനഡിക്റ്റ് 16 പാപ്പ ഒരു കമ്മീഷനെ അധികാരപ്പെടുത്തുകയും അദ്ദേഹത്തിന് വെനറബിൾ എന്ന പദവി നൽകുകയും ചെയ്തു. 2012 ഡിസംബർ 2 ദക്ഷിണേന്ത്യയിലെ കോട്ടാർ രൂപതയിലെ നാഗർകോവിലിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന പ്രീഫെക്ട് കർദിനാൾ ആഞ്ചലോ അമറ്റോയുടെ അധ്യക്ഷതയിൽ രക്തസാക്ഷിത്വ പ്രഖ്യാപനവും നടന്നു. പിന്നീട് ദേവസഹായത്തിന്റെ മാധ്യസ്ഥതയിൽ ഗർഭാവസ്ഥയുടെ 20ാം ആഴ്ചയിൽ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ഗർഭസ്ഥ ശിശുവിന് അത്ഭുതകരമായ രോഗശാന്തി സംഭവിക്കുകയും ഈ അത്ഭുതം 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിക്കുകയും ഇത് 2022 മെയ് 15 നടന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു. രക്തസാക്ഷിയായ ദേവസഹായം നമുക്കേവർക്കും സ്വർഗീയ മധ്യസ്ഥനായിരിക്കട്ടെ.